ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ പേരോടും ഞാൻ പറയട്ടെ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ചില വിള്ളലുകൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് എഫേസ്യർ 6 അതിൻ്റെ 10 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരിപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ടും നിൽപ്പേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു ഭാഗമാണിത്. നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ ദൈവവചനം സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് എഫേസ്യ ലേഖനത്തിൽ നിന്നാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല, നമുക്കറിയാം ആത്മീയ പോരാട്ടത്തെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ ആഴ്ചകൾ പാസ്റ്റങ്ങൾ പറയുന്നത് നമ്മൾ കേട്ടു. പക്ഷേ നമ്മൾ ഈ എഫേസ്യ ലേഖനം പഠിക്കുമ്പോൾ ഇതിൻ്റെ ഒരു അവസാന ഭാഗത്തിലോട്ട് വരുമ്പോൾ പൗലോസ് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഈ വായിച്ചത്. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഈ ആത്മീയ പോരാട്ടം എന്നുള്ള സബ്ജക്റ്റ് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. കാരണം പ്രത്യേകിച്ചും ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഒരുപാട് പഠിപ്പീരുകൾ നമ്മൾ കേൾക്കുന്നതുമാണ്. പക്ഷെ ഞാൻ ഈ ദൈവവചനം ധ്യാനിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന ചില ചിന്തകൾ നിങ്ങളോടൊപ്പം ചിന്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ ആത്മീയ പോരാട്ടത്തെക്കുറിച്ച് ഇവിടെ പൗലോസ് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട 1, 2, 3 കാര്യങ്ങൾ. അതിലൊന്ന്, പൗലോസിൻ്റെ സാഹചര്യം എന്തായിരുന്നു? നമുക്കറിയാം, പൗലോസ് ഒരുപക്ഷെ നമ്മളെപ്പോലെ സഭയിലിരുന്നോ ഒരു നല്ല അന്തരീക്ഷത്തിൽ നല്ലൊരു വീട്ടിലിരുന്നു കൊണ്ടോ ഒന്നും എഴുതിയ ഒരു കത്തല്ല ഈ എഫേസ്യ ലേഖനം. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ പറയാറുള്ളത് എഫേസ്യ ലേഖനം എന്ന് പറയുന്നത് പ്രിസൺ എപ്പിസിൽസ്, കാരാഗൃഹത്തിൽ എഴുതിയ കത്തുകളാണ്. അപ്പോൾ സാഹചര്യമൊന്നും അനുകൂലമല്ലാത്ത ഒരു സാഹചര്യത്തിൽ പൗലോസ് എഴുതിയ ഒരു ലെറ്ററാണ് നമ്മൾ ഈ പഠിക്കുന്നത്. നമ്പർ 1. നമ്പർ 2, ഈ കത്തെഴുതുന്ന സമയത്ത് താൻ ശുശ്രൂഷിക്കുന്ന സഭകൾ അവർക്കെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഹിസ്റ്ററിയൊക്കെ പഠിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ആ സമയത്ത് ആദിമ ക്രിസ്ത്യാനികൾ ഒരുപാട് കഷ്ടതയും പ്രയാസത്തിലും കൂടെ കടന്നു പോയ ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് പൗലോസ് ഈ എഫേസ്യ ലേഖനം എഴുതുന്നത്. എന്ന് പറഞ്ഞാൽ നീറോ ചക്രവർത്തിയുടെ കാര്യങ്ങൾ നമ്മൾ വായിച്ചാൽ നീറോ ചക്രവർത്തി അവസരം നോക്കിയിരിക്കുകയാണ് ക്രിസ്ത്യാനികളെ എങ്ങനെ പേഴ്സിക്യൂട്ട് ചെയ്യാമെന്ന്. ഒരിടത്ത് ഞാനിങ്ങനെ വായിച്ചത്, തൻ്റെ ജന്മദിന സമയത്തും തൻ്റെ സഹോദരനോ മാതാവോ ആരുടെ ജന്മദിന സമയത്തും പുള്ളി നോക്കിയിരിക്കുന്നത് ഈ ക്രിസ്ത്യാനികളെ എങ്ങനെ അന്നത്തെ കൊലോസ്യം എന്ന് പറയുന്നിടത്ത് കൊണ്ടുവന്ന് എങ്ങനെ പേഴ്സിക്യൂട്ട് ചെയ്യാം എന്നതായിരുന്നു താൻ നോക്കിക്കൊണ്ടിരുന്നത്. മാത്രമല്ല, ഞാൻ മറ്റൊരിടത്ത് വായിച്ചത്, ആ സമയത്ത് താൻ റോഡുകൾ പണിയുന്ന സമയത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഈ റോഡ് രാത്രിയിൽ പണിയേണ്ടതിന് വേണ്ടി ക്രിസ്ത്യാനികളുടെ ശവശരീരമാണ് അവരൊരു കമ്പിന്മേൽ കുത്തിത്തൂക്കി അതിനെ കത്തിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ അതാണ് വെളിച്ചം. ഞാൻ എന്തിനാ ഇതൊക്കെ എടുത്ത് പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ പെർസിക്യൂഷനൊക്കെ പറയുന്നുണ്ടല്ലേ. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ പെർസിക്യൂഷൻ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ഞാനിത് വായിച്ചപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ദൈവമേ, അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യം, അതിൻ്റെ നടുവിൽ പൗലോസ് ഈ കത്തെഴുതുകയാണ്. ഞാൻ എന്തിനാ ഇതൊക്കെ എടുത്ത് പറയുന്നതിൻ്റെ കാരണം, ആത്മീയ പോരാട്ടത്തെക്കുറിച്ച് നമുക്ക് പലവിധമായ ടീച്ചിങ്സ്, പലവിധമായ ചിന്തകൾ ഇന്ന് നമുക്കുണ്ട്. പക്ഷെ അതിൻ്റെ നടുവിലാണ് ദൈവത്തിൻ്റെ വചനം എന്താണ് ആത്മീയ പോരാട്ടത്തെക്കുറിച്ച് നമ്മളോട് പറയുന്നതെന്ന് നമ്മൾ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മൾ ആത്മീയമായി പോരാടുമ്പോൾ, നമ്മൾ തെറ്റായ ചിന്തകളോട് പോരാടിയാൽ നിശ്ചയമായിട്ടും നമ്മുടെ മുന്നിൽ നമ്മൾ തോൽവിയിൽ കൂടെ കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്.
അതുകൊണ്ടാണ് നമ്മളിത് ഒരുമിച്ച് ചിന്തിക്കേണ്ട കാര്യം. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞു പൗലോസിൻ്റെ അവസ്ഥ, 2 സഭയുടെ അവസ്ഥ, 3 അവരായിരുന്ന ആ ദേശം. നമുക്കറിയാം ആ സമയത്താണ് റോമൻ കിങ്ഡം വ്യാപരിക്കുന്നൊരു സമയം അല്ലേ. ആ റോമൻ കിങ്ഡത്തെക്കുറിച്ച് പറയുന്നത്, അല്ല റോമൻ രാജാവിനെക്കുറിച്ച് പറയുന്നത്, നീറോയെക്കുറിച്ച് പറയുന്നത് സെക്ഷലി താനൊരു ഹോമോസെക്ഷൽ പേഴ്സൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ താൻ കാണിക്കുന്ന പലതും ആ ദേശത്ത് വ്യാപരിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടം. ഇനിയും മൊറാലിറ്റി നോക്കിയാൽ നമ്മുടെ ഇന്നത്തെ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയെക്കാളും വളരെ താണ നിലവാരമായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. ഇന്നൊരു പക്ഷേ നമ്മൾ ടി വിയിലും ഒക്കെയാണ് കാണുന്നതെങ്കിൽ അന്ന് ഇവർ അവരുടെ ആ സ്റ്റേഡിയത്തിൽ അത് ആക്ട് ചെയ്ത് കാണിക്കുമായിരുന്നു. വളരെ സെക്ഷുവലായിട്ടുള്ള സെൻഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ കാണിക്കുന്നത്. ഞാൻ എന്തിനാ ഇതൊക്കെ എടുത്ത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ കാലഘട്ടത്തിൻ്റെ നടുവിൽ പൗലോസ് ഈ കത്തെഴുതി. ഈ കത്തെഴുതുമ്പോൾ പൗലോസ് പറഞ്ഞു തുടങ്ങുന്നത് ക്രിസ്തുവിൽ ഉള്ള നമ്മുടെ അനുഗ്രഹത്തെക്കുറിച്ചാണ്. ഞാൻ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാനായിരുന്നു എഴുതിയിരുന്നതെങ്കിൽ ഇന്ന് ഞാൻ കേൾക്കുന്ന ആത്മീയ പോരാട്ടത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയായിരിക്കും: നമുക്ക് പോരാടാൻ ഒരുപാട് ശക്തികൾ നമ്മുടെ മുന്നിലുണ്ടെന്ന് പറഞ്ഞേനെ. കാരണം അന്നത്തെ കാലത്ത് ഈ സെക്ഷുവലായിട്ടുള്ളൊരു ഏരിയ മാത്രമല്ല, മന്ത്രവാദം വളരെ കൂടിയ ഒരു കാലഘട്ടം. അവരുടെ ആ ഗവൺമെൻറ്റിൽ ഹൈ റാങ്കിങ് ഒഫീഷ്യൽസ് ഈ മന്ത്രവാദികൾ ഉണ്ടായിരുന്നു എന്നാണ് ഹിസ്റ്റോറിയൻസ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനോട് ചേർന്ന് നിങ്ങളോട് പറയട്ടെ, ഏതൊരു രാജ്യത്തിലും അവരുടെ ഗവൺമെൻറ് ഹൈ ബോഡീസിൽ മന്ത്രവാദികൾ കയറി വന്നാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്ക് വലിയ പെർസിക്യൂഷൻ ഉണ്ടാകും. അത് നോർമലാണ്. അതെവിടൊക്കെ നമ്മൾ പഠിച്ചാലും എവിടൊക്കെ ദൈവവചനം നോക്കിയാലും അവിടൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്: വെളിച്ചവും ഇരുട്ടുമായി എപ്പോഴും ഒരു പോരാട്ടമുണ്ട്. അപ്പം ഞാൻ ഈ പറയുന്നതിൻ്റെ കാരണം, അപ്പം പൗലോസിന് എഴുതുവാൻ ഇന്നത്തെ രീതികളിലായിരുന്നെങ്കിൽ ആത്മീയ പോരാട്ടത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എഴുതുവാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് നിന്ന് പൗലോസ് എഫേസ്യ ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറഞ്ഞു തുടങ്ങിയത് ക്രിസ്തുവിൽ ഉള്ള നമ്മുടെ അനുഗ്രഹത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്നറിയാമോ? കാരണം പൗലോസ് ഇത് എഴുതിയ ആ 1-ാമത്തെ ചാപ്റ്ററിൻ്റെ അവസാനം വരുമ്പോൾ പൗലോസ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്: ദൈവമേ, നിങ്ങളുടെ അകക്കണ്ണുകൾ ഒന്ന് തുറക്കട്ടെ. ഹല്ലേലൂയ. എന്തിനാ നമ്മളിത് പ്രാർത്ഥിക്കുന്നതെന്നറിയാമോ? എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ അകത്ത് ആത്മീയ പോരാട്ടങ്ങളുണ്ട്, നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, നമുക്ക് വിഷമങ്ങളുണ്ട്. പക്ഷെ അതിൻ്റെ നടുവിൽ ഞാനും നിങ്ങളും മറന്നു പോകരുത്, നമ്മൾ യുദ്ധത്തിന് പോകുമ്പോൾ ക്രിസ്തുവിനാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, പിതാവേ എൻ്റെ കണ്ണുകൾ തുറക്കേണ്ടത്. ആത്മീയ മണ്ഡലം തുറന്നു കിട്ടുമ്പോൾ പൈശാചിക ശക്തികൾ എനിക്ക് ചുറ്റുമുള്ളതല്ല ഞാൻ കാണുന്നത്, മറിച്ച് ഞാൻ കാണുന്നത് എൻ്റെ ക്രിസ്തു എനിക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്നതാണ്. എൻ്റെ ക്രിസ്തു ക്രൂശിൽ എനിക്ക് ചെയ്തതായിരിക്കണം. എൻ്റെ ക്രിസ്തുവിൻ്റെ ബലത്താൽ പിശാചിനെ തള്ളിക്കളഞ്ഞതായിരിക്കണം. ഇതിനേക്കാൾ അപ്പുറത്തൊരു ദൈവ സാന്നിധ്യം അനുഭവിക്കില്ല. ഹല്ലേലൂയ. മക്കളെ, ഇന്ന് പലരും പ്രാർത്ഥിക്കുന്നത് അവർക്ക് പൈശാചിക മണ്ഡലങ്ങളെ കാണുവാനാണ് ഇന്ന് പലരും പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ദൈവം എന്നെയും നിങ്ങളെ നോക്കി ആഗ്രഹിക്കുന്നത്, ഞാൻ ആരാകുന്നു എന്ന് നീ കണ്ടാൽ നീ ലോകത്തെ ഒരു ശക്തിയും നീ ഭയപ്പെടുകയില്ല. അതുകൊണ്ടാണ് പഴയ നിയമത്തിൻ്റെ അകത്ത് നമ്മൾ വായിക്കുമ്പോൾ ദൈവികമായി ആത്മീയമായി ശക്തിയോട് നടക്കുന്ന പ്രവാചകന്റെ കണ്ണുകളിൽ താൻ കാണുന്നത് ശത്രു സൈന്യത്തെയല്ല, മറിച്ച് ദൂതന്മാർ തനിക്ക് ചുറ്റും നിൽക്കുന്നതാണ്. മറ്റൊരർത്ഥത്തിൽ നിന്റെ ആത്മീയതയുടെ ശക്തിയും നിന്റെ ആത്മീയതയുടെ ആഴവും നീ കാണുന്ന പൈശാചിക മണ്ഡലമല്ല, മറിച്ച് ദൈവത്തിൽ നീ ആരായിരിക്കുന്നു. നമുക്ക് ഈ ബോധ്യം നമ്മുടെ അകത്തുണ്ടായിരിക്കണം. ഞാൻ ഈ ദൈവവചനം പഠിക്കുമ്പോൾ എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. കാരണം പൗലോസ് ഇത് ഓരോന്നും എഴുതി വരുമ്പോൾ, പൗലോസ് 2-ാമത്തെ ചാപ്റ്ററിൻ്റെ അകത്ത് വരുമ്പം നമ്മുടെ പാസ്റ്റ് എന്തായിരുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ആരാകുന്നു? ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ സ്നേഹത്താൽ ഞാനും നിങ്ങളും ഇന്ന് എവിടെ ഇരിക്കുന്നു? ഇതുകൊണ്ട് ഞാൻ അന്ന് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പൗലൂസിൻ്റെ ആ ഡോക്ടറിൻ്റെ അകത്ത് പൗലൂസ് ആദ്യം പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുന്ന, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇരിക്കുകയാണ് ക്രിസ്തുവിൻ്റെ മടിയിൽ.
വലിയ പോരാട്ടമുണ്ട്, വലിയ പ്രശ്നങ്ങളുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ പൗലോസ് പറയാണ്, നിങ്ങളുടെ കണ്ണുകൾ അവിടെയൊന്നുമല്ല ഇരിക്കേണ്ടത്, നിങ്ങളുടെ കണ്ണുകൾ ക്രിസ്തുവിൽ മാത്രമായിരിക്കണം. എത്ര മനോഹരമാണല്ലേ നമുക്കുള്ള. ഇതാണ് ദൈവം എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് പലരും ക്രിസ്തുവിൽ ഞാൻ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട് ആത്മീയ പോരാട്ടത്തെ ഭയപ്പെട്ട് ഇന്ന് ഒരുപാട് പേർക്ക് ഒരുപാട് അറിവുകളുണ്ട്. പക്ഷേ ഈ അറിവുകളൊന്നും അവരെ ജയിക്കുവാനല്ല സഹായിക്കുന്നത്. അറിവുകളെല്ലാം അവരെ ഭയത്തിൽ നടക്കുവാനാണ് സഹായിക്കുന്നത്. ഇതുകൊണ്ട് സഭയ്ക്ക് എന്ത് പറ്റുന്നതെന്നറിയാമോ? ദേ ആർ ക്രിപ്പിൾഡ് വിത്ത് ഫിയർ. അതുകൊണ്ടാണ് ദൈവം തന്നെ പറയുന്നത്, നിങ്ങൾ പിശാചിൻ്റെ ആഴങ്ങൾ അറിയാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ വിടുവിക്കും. ഇന്ന് സഭയ്ക്കകത്ത് പിശാചിൻ്റെ ആഴങ്ങൾ പഠിക്കാനാണ് പലരും സമയമെടുക്കുന്നത്. ഇന്ന് അവർക്ക് വലിയ മാർക്കറ്റുമുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, യെരമ്യാവിൻ്റെ അകത്ത് പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞത്, ഞാനും നിങ്ങളും ദൈവത്തെ അറിയുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചത്. ഈ നിത്യജീവൻ്റെ ആഴം വെളിപ്പെടുന്നത് ഞാനും ക്രിസ്തുവുമായിട്ടുള്ള ആഴത്തിലുള്ള നടപ്പാണ്. അങ്ങനെ ഞാനും നിങ്ങളും ആഴത്തിൽ നടക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും സാഹചര്യത്തിൻ്റെ അകത്ത് എന്ത് സംഭവിച്ചാലും ഭയമില്ലാതെ മുന്നേറുവാൻ ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വെളിപ്പെടും. അതാണ് ശരിക്കുമുള്ള ഒരു ആത്മീയൻ്റെ ലക്ഷണം. ഇന്ന് പലരും ചിന്തിക്കുന്നത് ആഴമേറിയ ജീവിതം എന്നതിൻ്റെ അർത്ഥം കാണുന്ന ദർശനങ്ങളും സ്വപ്നങ്ങളുമാണെന്നാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ദൈവവചനം പഠിക്കുമ്പോൾ പൗലോസ്, എഴുതിയ പൗലോസ്, ഒരു പ്രവാചകൻ പൗലോസിനോട് പറഞ്ഞു, നീ പോകുന്നിടത്ത് കഷ്ടതയുണ്ട്. പൗലോസ് പറഞ്ഞു, അതെനിക്ക് വിഷയമല്ല. പൗലോസ് ദർശനം കാണുന്നില്ലേ? പൗലോസ് സ്വപ്നം കാണുന്നില്ലേ? ദൂതന്മാർ വെളിപ്പെടുന്നില്ലേ? പക്ഷെ ശരിക്കുമുള്ള ആത്മീയന് ദർശനവും ദൂതനും എല്ലാത്തിനേക്കാൾ വലുത് ദൈവഹിതം നടക്കണം. നമ്മളെ ഈ ബോധ്യത്തിൽ നമ്മൾ വളരുവാനാണ് പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ബോധ്യത്തിൽ ഞാനും നിങ്ങളും വളർന്നില്ലെങ്കിൽ നമുക്കൊരുപാട് കാര്യങ്ങൾ സംസാരിക്കാം, പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ചെയ്തു തീർക്കത്തില്ല. ഇന്ന് ഈ ദൈവവചനം ഒരുമിച്ച് ധ്യാനിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന ഇതാണ്, ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചു എന്നുള്ള ബോധ്യം മാത്രമല്ല, എനിക്കൊരു ആത്മീയ പോരാട്ടമുണ്ട്. പക്ഷെ അത് ഭയം കൂടാതെ അത് പോരാടി ദൈവനാമ മഹത്വത്തിന് ജയിക്കുവാൻ എനിക്ക് കഴിയും എന്നൊരു ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടായിരിക്കണം. ഈ ദൈവവചനം പഠിക്കുമ്പോൾ നിങ്ങൾ പോരാടി ജയിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. വചനം പറയുന്നത് നിങ്ങളെ നിർത്തുവാൻ, നിലനിർത്തുവാൻ ആ ദൈവവചനം പഠിപ്പിക്കുന്നത്. പോരാട്ടം ക്രൂശിൽ ദൈവം ചെയ്തു കഴിഞ്ഞു. ഞാൻ ഇനിയും ഒന്നും ചെയ്യുവാനില്ല. എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുമെങ്കിൽ എൻ്റെ നാഥൻ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ അകത്ത് ഈ ബോധ്യമുണ്ടായിരിക്കണം. ഇന്നൊരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന ചിലവരുടെ ഹൃദയത്തിൻ്റെ അകത്ത് വലിയ ഭാരം, വേദനകളുണ്ടായിരിക്കാം. നിങ്ങളുടെ വിഷമങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നടക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ദൈവവചനം പറയുന്നു, ഒരു പക്ഷേ ദർശനങ്ങളിലായിരിക്കും, സ്വപ്നങ്ങളിലായിരിക്കും, ഒന്നുമില്ലെങ്കിലും ക്രിസ്തു നിങ്ങളുടെ കൂടെ വസിക്കുന്നുവെങ്കിൽ ഏതിനെയും ജയിക്കുവാനുള്ള കൃപ നിങ്ങളുടെ മേൽ വെളിപ്പെട്ടിരിപ്പുണ്ട്. ഹല്ലേലൂയ. ഒന്നുകൂടെ നമുക്ക് എഫേസ്യർ 6 അതിൻ്റെ 10 വാക്യം തൊട്ട് വായിക്കാം. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. നമ്മൾ അവിടെ നോക്കുമ്പോൾ 10 വാക്യത്തിൻ്റെ അകത്ത് ഒടുവിൽ ഫൈനലി. പൗലോസ് ഇത് പറയുമ്പം പൗലോസ് എന്തിനാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. ക്രിസ്തുവിലുള്ള നിങ്ങളുടെ അനുഗ്രഹം, നിങ്ങൾ ആരായിരിക്കുന്നു, നിങ്ങൾ എങ്ങനെ നടക്കണം, ഇതെല്ലാം ഞാൻ പറയുമ്പോഴും ഇത് ഒന്നും നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിലും ഞാനിപ്പോൾ പറയുന്ന ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. സാധാരണ നമ്മൾ പ്രസംഗം കേൾക്കുമ്പോൾ ചിലർ പറയത്തില്ലേ, ഞാൻ ഈ 1 മണിക്കൂർ പ്രസംഗിച്ചത് നിങ്ങൾക്ക് അത്ര മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ തലേൻ്റെ അകത്തിരിക്കണം എന്ന് പറയുന്നത് പോലെ പൗലോസ് പറയുവാണ്, ഒടുവിലായി എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കും, സൗരം നിങ്ങൾ ഇത്രയും നേരം ആത്മീയ പോരാട്ടം അത്ര വലിയ വിഷയമല്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവസാനം കൊണ്ടെന്ന് അതാണല്ലോ പറയുന്നത്. മക്കളെ, പൗലോസ് ഇത് പറയുമ്പോൾ
ഒരു ആത്മീയ പോരാട്ടമുണ്ട് എന്ന് പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ എവിടെയാണ് ഞാൻ പോരാടേണ്ടതെന്നും തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഇതിൽ കൂടെ പഠിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ഫൗണ്ടേഷൻസ് പറഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവസാനം കൊണ്ടുവന്ന് ഇത് പറയുന്നത്. ഇതെന്തിനാ അത് അവിടെ പറയുന്നതെന്ന് ഞാൻ കുറച്ചുകൂടെ ബ്രീഫ് ചെയ്ത് പറയാം. പക്ഷേ നമ്മൾ അടുത്ത വായിക്കുമ്പോൾ, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവേൻ. അപ്പം പൗലോസ് പറഞ്ഞു തുടങ്ങുന്നത്, ഞാൻ ആരിലാണ് ബലപ്പെടേണ്ടത്? കർത്താവിൽ. ഹല്ലേലൂയ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ എത്ര ആത്മീയമായി പോരാടി എന്നല്ല ചോദ്യം, നിങ്ങൾ കർത്താവിൽ നിങ്ങൾ എങ്ങനെ ആയിരിക്കുന്നു, ദൈവവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എങ്ങനെയുണ്ട്. ഇന്ന് നമുക്ക്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആത്മീയ പോരാട്ടത്തെക്കുറിച്ച് ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് വേണം. ഇതുകൊണ്ടാണ് ഇതിന് ഭയങ്കര മാർക്കറ്റ്. ഞാൻ ഇതുവരെയും കേൾക്കാത്ത കാര്യം, ഇതുവരെയും എനിക്ക് അറിയാത്ത കാര്യം. ദൈവമക്കളെ, നിങ്ങൾ അറിയണം, നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങൾ നിങ്ങളുടെ ചുറ്റളവിൽ നടക്കുന്നുണ്ട്. അത് അറിഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് വിഷയമൊന്നും നടക്കാനില്ല. പക്ഷെ നിങ്ങൾ അറിയേണ്ടതൊന്ന് ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ബന്ധമാണ്. ദൈവവുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധം ഇല്ല എങ്കിൽ നിങ്ങൾ കേൾക്കുന്ന ഏതൊരു ഇൻഫർമേഷനും അത് യൂസ്ലെസ് ആണ്. ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നും ഈ ദൈവത്തിൻ്റെ നീതിയാണ് എന്നെ മറയ്ക്കുന്നതെന്നും ഈ ദൈവത്തിൻ്റെ കൂടെയാണ് ഞാൻ നടക്കേണ്ടതെന്നും ഈ ബോധ്യം എന്നിലുണ്ടെങ്കിൽ, ബാക്കി പുറത്തുള്ളതൊന്നും ഞാൻ അറിഞ്ഞില്ലെങ്കിലും എൻ്റെ കൂടെയുള്ള ദൈവം കരുതുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. ഇന്നിവിടെ ഇരിക്കുന്ന ചിലവരോട് ഞാൻ ദൂത് പറയട്ടെ. ഒരുപക്ഷെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ഭാവിയെക്കുറിച്ച്, കുഞ്ഞുങ്ങളെക്കുറിച്ച്. ഞാൻ നിങ്ങളോട് പറയട്ടെ, സാധാരണ ഞാൻ പറയുന്ന പോലെ നമുക്കൊരു നല്ല പിതാവുണ്ട്, നമ്മളെ കരുതുവാൻ, നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുവാൻ. അതെനിക്കൊന്നും മനസ്സിലായില്ലെങ്കിലും അത് നടത്തി തരുവാൻ ഒരു നല്ല നാഥനുണ്ട്. പക്ഷെ ആ നാഥനിൽ വസിക്കുവാൻ വേണ്ടി ആയിരിക്കണം ഞാനും നിങ്ങളും പോരാടേണ്ടത്. ഞാൻ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എന്താണ് എൻ്റെ പോരാട്ടം? ഈ ക്രിസ്തുവിൽ എനിക്കൊന്ന് വളരണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, പൗലോസ് ഇതെല്ലാം പറഞ്ഞിട്ട് പൗലോസ് നിങ്ങൾ നടക്കണം. അതാ രണ്ടാമത്തെ ഭാഗം. നിങ്ങൾ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് രണ്ടാമത് പറഞ്ഞു നിങ്ങൾ നടക്കണം. നടക്കണമെങ്കിൽ നിങ്ങൾ വളരണം. നിങ്ങളുടെ വളർച്ചയ്ക്കെതിരെ പിശാച് പോരാടുന്നുണ്ട്. ആ പോരാട്ടത്തിനെതിരെയാണ് ഞാനും നിങ്ങളും യുദ്ധം ചെയ്യേണ്ടത്. ഇന്ന് പലപ്പോഴും പൈശാചിക ശക്തികളെ നമ്മൾ ഭയപ്പെടുന്ന എന്തിനാണെന്നറിയാമോ? നമ്മുടെ തലയ്ക്ക് മീതെ എന്തോ പോകുന്നെന്നാണ് പറയുന്നത്. അല്ല ദൈവമക്കളെ, എന്നെയും നിങ്ങളെയും വളർത്താതിരിക്കുവാനാണ് പിശാച് എപ്പോഴും നോക്കുന്നത്. കാരണം ഞാനും നിങ്ങളും വളർന്നാൽ ദൈവം പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ നടക്കും. ഹല്ലേലൂയ. എന്നാൽ തെറ്റായ ചിലത് നമ്മൾ കേൾക്കുവാൻ തുടങ്ങിയാൽ നമ്മുടെ വളർച്ചയിൽ സ്റ്റാഗ്നൻ്റ് ആകാൻ തുടങ്ങും. അതുകൊണ്ടാണ് റോങ് ഇൻഫർമേഷൻ നമ്മൾ കേട്ടാൽ, അത് തെറ്റാണെങ്കിൽ അത് നമ്മുടെ വളർച്ചയ്ക്ക് അതിനെ സ്റ്റാഗ്നൻ്റ് ആക്കി കളയും. ഈ ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടായിരിക്കണം. എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതത്തിൻ്റെ ആ തെർമോമീറ്റർ എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധം എങ്ങനെ ഉണ്ട്. ഇന്നിവിടെ ഇരിക്കുന്ന ഓരോ പേരോടും ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്ത് ചെയ്താലും, ഒരുപക്ഷെ വർഷിപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും, പ്രസംഗിക്കുന്നുണ്ടായിരിക്കും, എല്ലാം നല്ലത്. പക്ഷെ എനിക്ക് ഒറ്റ ചോദ്യം, ദൈവവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എങ്ങനെയുണ്ട്? ഇന്നെൻ്റെ നാഥൻ വരുമെങ്കിൽ ഞാൻ എടുക്കപ്പെടുമോ എന്ന ചോദ്യത്തേക്കാൾ ആ ശബ്ദത്തോട് പ്രതികരിക്കുവാൻ കഴിയുമോ? കാരണം ഞാനും നിങ്ങളും കേൾക്കുന്നില്ല എങ്കിൽ ദൈവമക്കളെ, നമ്മളെ ഒന്ന് ശോധന ചെയ്ത് നോക്കണം. 2, അവൻ്റെ അമിത ബലത്തിൽ. അതെന്താ കാണിക്കുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. അപ്പം ദൈവവുമായി എനിക്കൊരു ബന്ധമുണ്ട്, അതുമാത്രം പോരാ, പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിറയണം. അതുകൊണ്ടാണ് പൗലോസിൻ്റെ ലേഖനങ്ങളിൽ മൊത്തം നമ്മൾ വായിക്കുമ്പോൾ ആത്മാവിൽ നിറയണം, ആത്മാവിൽ ജീവിക്കണം, ആത്മാവിൽ നടക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ 24 മണിക്കൂറും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ, പരിശുദ്ധാത്മാവിനാൽ ഞാനും നിങ്ങളും നയിക്കപ്പെടണം. എന്താണ് ശരിക്കുമുള്ള ആത്മീയത? ഇന്ന് എന്തുകൊണ്ടോ നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് സ്വപ്നങ്ങളും ദർശനങ്ങളും ദൂതന്മാരുമാണ് ആത്മീയത എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമ്മുടെ അകത്തുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ നാച്ചുറൽ ലൈഫിൽ നമ്മൾ നടക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഹൈപ്പ് വരുന്നുണ്ടോ? നമുക്കങ്ങനെ ഹൈപ്പൊന്നും വരത്തില്ല, ഇല്ലേ? നമ്മൾ ചർച്ചിലോട്ട് വരുമ്പം നമുക്ക് രാവിലെ ഒരു മെസ്സേജ് വരുമോ, അല്ലെങ്കിൽ ഒരു ദൂതൻ പ്രത്യക്ഷം, അങ്ങനെയൊന്നും ചെയ്യത്തില്ല. നമ്മളിങ്ങനെ വരുവാ. പക്ഷെ അതാണ് നാച്ചുറൽ. ദൈവമക്കളെ, എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന അറിയോ?
ആത്മീയമായി പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുമ്പോൾ ആ ശബ്ദം കേൾക്കുവാൻ, ദൈവത്തെ മനസ്സിലാക്കുവാൻ എനിക്കും നിങ്ങൾക്കും പറ്റണം. ഹല്ലേലൂയ. ചില സമയത്ത് നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എൻ്റെ ദൈവം തുടക്കത്തിൽ നിങ്ങളോട് സ്വപ്നത്തിലും ദർശനത്തിലും സംസാരിച്ചെന്ന് വരും. പക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പം ചിലപ്പോൾ സംസാരിച്ചില്ലെന്ന് വരും. കാരണം ഞാൻ വളരും തോറും എൻ്റെ പിതാവിൻ്റെ ഹൃദയത്തിൻ്റെ ആ സ്പന്ദനം എനിക്ക് മനസ്സിലാക്കുവാൻ പറ്റണം. ദൈവം അതാ എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്. ചില സമയത്ത് നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ പരിശുദ്ധൻ പറയും നീ ഇത് ചെയ്തേ പറ്റൂ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നീ ഇത് ചെയ്തേ പറ്റൂ എന്ന് നമ്മൾ കേൾക്കത്തില്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് നമുക്കറിയാം ഇത് ഞാൻ ചെയ്തേ പറ്റൂ. ഇത് രണ്ടുമുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? ഞാൻ ആദ്യം ഇത് കേട്ടതിൻ്റെ കാരണം ദൈവവുമായി എനിക്ക് അങ്ങനെ ഒരു ബന്ധമില്ലായിരുന്നു. പക്ഷെ ഞാൻ ദൈവവുമായി നടക്കുവാൻ തുടങ്ങിയപ്പോൾ ഈ ബന്ധത്തിലാണ് ഇപ്പോൾ സർവ്വതും നടക്കുന്നത്. അപ്പോൾ ദൈവശബ്ദം ഞാൻ അനുസരിച്ചില്ലെങ്കിൽ എൻ്റെ ഈ ബന്ധത്തിന് കോട്ടം വരുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതിനാ ഞാൻ ആത്മാവിനാൽ നിറയണം. മറ്റൊരർത്ഥത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ എല്ലാ ദിവസവും ഞാൻ അതിനു വേണ്ടി സമയം വേർതിരിക്കണം. ഞാൻ അതിന് വില കൊടുത്തേ പറ്റത്തുള്ളൂ. ഇന്ന് പലപ്പോഴും നമ്മളൊരു ഞായറാഴ്ച വന്നിരിക്കുമ്പോൾ ഒരു 2.5 മണിക്കൂർ നമുക്ക് പോകുന്നത് തന്നെ നമുക്ക് ഭയങ്കര പാടാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ഡിവോഷൻ ടൈം 1, 2, 3 മണിക്കൂർ നിങ്ങൾ ഇരിക്കുവാൻ പഠിക്കണം. പലരും പലപ്പോഴും പറയാറുണ്ട്, അയ്യോ അത്രയും സമയമൊന്നും ചിലവഴിക്കാൻ എനിക്ക് സമയമില്ല, ഞാൻ ഭയങ്കര ബിസിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ എത്രത്തോളം സമയം ദൈവത്തിനായി ചിലവഴിക്കുന്നു അത്രത്തോളം സമയം നിങ്ങൾ ലോകത്തിലിരിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആകുന്നതേ ഉള്ളൂ. ഈ ബോധ്യം നമ്മുടെ അകത്തുണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ ദൈവ സാന്നിധ്യവുമായ നമ്മൾ നടക്കുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ പഴയ നിയമ പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ ഈ ദൈവമക്കൾ പെട്ടകവുമായി നടക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഞാനും നിങ്ങളും തിരിച്ചറിയണം, ആ പെട്ടകത്തിലുണ്ടായിരുന്ന അതേ ദൈവ സാന്നിധ്യം ഇന്ന് എൻ്റെയും നിങ്ങളുടെയും അകത്ത് വ്യാപരിക്കുകയാണ്. ഈ സാന്നിധ്യം കൊണ്ടാണ് നമ്മൾ ഈ ലോകത്ത് മൊത്തവും നടക്കുന്നത്. ഇന്ന് നമ്മളെ ചുമക്കുവാൻ വേറെ ആരും വേണ്ട, നമ്മൾ ക്രിസ്തുവിനെ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ക്രിസ്തുവിനെ ചുമക്കാത്തത് കൊണ്ടാണ് ഇരുണ്ട് കിടക്കുന്ന ഈ ലോകം ഈ വെളിച്ചം കാണാതെ നിൽക്കുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ ഈ വെളിച്ചം വെളിപ്പെടുന്ന സ്ഥലം സഭയാണെന്നാണ്. പക്ഷെ ശരിക്കുമുള്ള ഈ ദൈവ വെളിച്ചം വെളിപ്പെടേണ്ടത് ലോകത്തിലാണ്. നമ്മളെ ഓരോ പേരെയും ഇവിടെ ദൈവത്തിൻ്റെ ഈ തീ കൊണ്ട് കത്തിക്കുന്നത് എന്തിനാണ്? നമ്മൾ ലോകത്തിൽ ചെല്ലുമ്പോൾ ദൈവത്തിന് സാക്ഷികളായി മാറുവാൻ വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം, പിതാവേ അങ്ങയുടെ ആത്മാവിനാൽ ഒന്ന് നിറഞ്ഞ് അപ്പോൾ അങ്ങയോട് ചേർന്നൊന്ന് നടക്കുവാൻ എൻ്റെ മേലൊരു കൃപ തരണം. ഇന്ന് പലപ്പോഴും പലരും ആത്മനിറവെന്ന് പറയുന്നത് ചർച്ചിൽ വരുന്നതാണ്. അല്ല ദൈവമക്കളെ, നിങ്ങളുടെ മുറിക്കകത്തിരുന്ന് ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ നിറവ് പ്രാപിക്കുന്നിടം വരെ, ആ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നിടം വരെ നിങ്ങൾ നിങ്ങളുടെ മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ പേരും ഞാനൊന്ന് എൻകറേജ് ചെയ്യട്ടെ, നിങ്ങൾ അങ്ങനെ ഒന്ന് ജീവിച്ച് നോക്കിക്കേ. ഇന്ന് നിങ്ങൾ കാണുന്ന പ്രശ്നങ്ങൾ മാറാൻ തുടങ്ങും. നിങ്ങൾ കൽപ്പിക്കുക പോലും വേണ്ട, അതിനു മുന്നേ അത് സംഭവിക്കും. കാരണം നിങ്ങളോട് ചേർന്ന് വസിക്കുന്നത് തൃത്വത്തിലുള്ളവരാണ്. ഈ ബോധ്യം എൻ്റെയും നിങ്ങളുടെയും അകത്തുണ്ടായിരിക്കണം. ഇനി അടുത്ത വാക്യങ്ങൾ 11, 12 വാക്യങ്ങൾ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളതോ ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവേൻ. അടുത്ത 3 വാക്യത്തിൻ്റെ അകത്ത് എന്തിനാണ് നമ്മൾ ഈ സർവായുധങ്ങൾ ധരിക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുകയാണ്. ഒന്നാമത്തെ വാക്യം നമ്മൾ കണ്ടത് പിശാചിൻ്റെ തന്ത്രങ്ങളെ ജയിക്കുവാൻ വേണ്ടി. അപ്പോൾ ഈ തന്ത്രങ്ങളെ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഈ സർവായുധം നമുക്കുണ്ടായിരിക്കണം. 2, പിശാചിന് ഹൈറാർക്കിയുണ്ട്.
എന്ന് പറഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ അകത്ത് പലയിടങ്ങളിലായി പിശാച് പോരാടുന്ന നമ്മൾ കാണും. അത് നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ കാണാൻ പറ്റും, നമ്മൾ സഭായോഗത്തിന് വരുമ്പോൾ കാണാൻ പറ്റും, നമ്മുടെ കൂട്ടുകാരുമായുള്ള ബന്ധത്തിൽ കാണാൻ പറ്റും. മറ്റൊരർത്ഥത്തിൽ പിശാചിൻ്റെ ഇൻഫ്ലുവൻസ് പല മേഖലകളിൽ നമ്മൾ കണ്ടെന്ന് വരും. പക്ഷെ അത് കാണുമ്പം നമ്മൾ ഭയപ്പെടുകയൊന്നും വേണ്ട. പരിശുദ്ധാത്മാവ് നമ്മളോട് പറയാണ്, കുഞ്ഞേ, എല്ലാ മേഖലകളിലും പിശാചിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇത് തിരിച്ചറിഞ്ഞ നീ എവിടൊക്കെയാണ് ഇൻഫ്ലുവൻസ് എന്നല്ല നീ തിരിച്ചറിയേണ്ടത്, മറിച്ച് ഇത് തിരിച്ചറിഞ്ഞ് നീ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു വേണം ജീവിക്കുവാൻ. അതാ ആത്മാവ് അവിടെ പറഞ്ഞു തരുന്നത്. ഇല്ലേ, നമ്മളും അങ്ങനെയാണല്ലേ. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കശ്മീരിലോട്ട് എങ്ങോട്ടെങ്കിലും പോവുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ജാക്കറ്റും എല്ലാം കരുതിക്കൊണ്ട് അങ്ങ് പോവും. എന്നതുപോലെ ഈ ആർമർ ഓഫ് ഗോഡ് എൻ്റെ കൂടെ ഉണ്ടാകണം, ഇതിൽ ജീവിക്കണമെന്നൊരു ബോധ്യം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എന്തുകൊണ്ട്? ഒരു വലിയ സൈന്യം എനിക്കെതിരെ യുദ്ധം ചെയ്യുവാൻ ഉണ്ട് എന്നൊരു ബോധ്യം. ഈ ബോധ്യത്തിൽ ഞാനും നിങ്ങളും നടക്കുമ്പോൾ എനിക്കെതിരെ എന്തു വരുന്നു എന്നതല്ല ചോദ്യം, എൻ്റെ കൂടെയുള്ള നാഥനെക്കുറിച്ചുള്ള ബോധ്യം നമ്മുടെ അകത്തുണ്ടായിരിക്കണം. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം, അപ്പം പിശാചിൻ്റെ തന്ത്രങ്ങളുണ്ട്, പിശാചിൻ്റെ ഒരു സൈന്യമുണ്ട്. ദൈവം എന്തോ പറയുന്നത്, എന്തിനാണ് നമ്മൾ ഈ ആർമർ ഓഫ് ഗോഡ് ഇടുന്നത്? നിൽക്കുവാൻ വേണ്ടി, യുദ്ധം ചെയ്യുവാൻ വേണ്ടിയല്ല. നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത് എന്താണ്? ആർമർ ഓഫ് ഗോഡ് ഇടുന്ന ഏതൊരു പട്ടാളക്കാരനും അവൻ യുദ്ധം ചെയ്യാൻ പോവുകയാണ്. പക്ഷെ വചനം ഇവിടെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ നിൽക്കാൻ വേണ്ടി. എന്തുകൊണ്ട്? യുദ്ധം ചെയ്ത് യേശു എല്ലാം ചെയ്ത് കഴിഞ്ഞു. ആ ഗ്രൗണ്ട് ക്ലിയറാണ് എനിക്ക്. ഞാൻ ആ ഗ്രൗണ്ടിൽ നിന്നാൽ മതി. അവിടെ നിന്നാൽ ജയം ഉറപ്പ്. ഹല്ലേലൂയ. ഈ ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടായിരിക്കണം. യെസ്, വചനം പറയുന്നുണ്ട്, യു റെസൽ നോട്ട് അഗൈൻസ്റ്റ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. അതവിടെ വചനം അങ്ങനെ തന്നെ എടുത്തു പറയുന്നത്. പക്ഷെ നമുക്കൊരു റെസ്ലിംഗ് ഉണ്ട്. ആ പോരാട്ടം നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മുടെ ജീവിത മണ്ഡലങ്ങളിലാണ്. അത് നമുക്ക് ആ ബോധ്യം കിട്ടുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്തിനെയാണ് നമ്മൾ ജയിക്കേണ്ടത്. ഇതെന്തിനാ ഇത് എടുത്തു പറയുന്നറിയോ? പൗലോസ് പറയാണ്, നിങ്ങൾ പോരാടുന്നത് ജഡരക്തങ്ങളെ അല്ല. ഇതെൻ്റെ ദൈവമക്കളെ, നിങ്ങളിത് ദയവായി നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ദയവായി. ആത്മീയ പോരാട്ടം പറയുമ്പോൾ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അനേകർ പ്രാർത്ഥിച്ച് നിങ്ങളോട് പ്രവചനം പറയുമ്പോൾ അവർ പറയും, നിങ്ങൾക്കെതിരെ ഒരു ശക്തി പോരാടുന്നു. ഞാൻ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, സ്വന്തം സഹോദരൻ പോരാടുവാണെന്ന് പറയും. അപ്പുറത്തിരിക്കുന്ന നല്ലൊരു കൂട്ടുകാരൻ നിങ്ങൾക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുമെന്ന് പറയും. നിങ്ങൾ മനസ്സിലാക്കണം, വചനം പറയുന്നു ജഡരക്തങ്ങളല്ല നമ്മുടെ പോരാട്ടം. നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇനിയും ആരെങ്കിലും മനഃപൂർവ്വമായി നിങ്ങൾക്ക് എന്തെങ്കിലും തന്നെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് എന്തോ പേടിക്കാനുള്ളത്? എല്ലാവരും എന്നെ നോക്കുന്നത് കുറച്ച് പേടിയുണ്ട്. ദൈവമക്കളെ, ദൈവവചനം നമ്മളെന്താ പഠിപ്പിക്കുന്നത്? നമ്മുടെ കയ്യിൽ വിഷം തന്നാൽ പോലും അത് നമ്മളെ ഏൽക്കുകയില്ല എന്ന് പറഞ്ഞ് ഇനി ആരും വിഷമൊന്നും എടുത്ത് കൈ വെച്ച് കളയരുത്. എല്ലാം ലൈവ് ആയതുകൊണ്ട്. ദൈവമക്കളെ, ഞാൻ എന്തിനാ ഇത് എടുത്ത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ആത്മീയ പോരാട്ടമുണ്ട്, പക്ഷെ അതിനൊരു നെഗറ്റീവ് സൈഡും നമ്മൾ തിരിച്ചറിയണം. വഴി കാണുന്നതെല്ലാം എനിക്കെതിരെ പോരാടുവാണ് എന്നൊരു ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടാകരുത്. മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നു, പോരാടുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലുണ്ടാകരുത്. നിങ്ങൾ ശരിക്കും ഒരു ദൈവ പൈതലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഏതിനെയും ജയിക്കുവാനുള്ള കൃപ ദൈവം നമ്മുടെ അകത്ത് തന്നിട്ടുണ്ട്. അനേകരോട് ഞാൻ സംസാരിക്കണം, വളരെ വേദനയോടാണ് ഞാനിത് പറയുന്നത്. ചിലർ താമസിക്കുന്ന ഇടം, മോനെ ഇത് വിൽക്കണം, കാരണം ഇതിൻ്റെ അകത്ത് പിശാച് ഇരിക്കുവാണ്. ഇന്നൊരു പക്ഷേ നിങ്ങൾ പലരും ചിരിക്കും, പക്ഷേ എനിക്കറിയാം നിങ്ങളോട് പലരും ദൂത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ ഉപവാസ പ്രാർത്ഥന വെച്ച് ഇതിനെ ജയിക്കാൻ വേണ്ടി ഇരിക്കുവാണ്. നമുക്കിനിയും പോരാട്ടം ഇല്ലാത്ത ഒരു സ്ഥലം കിട്ടണമെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ പോയാലേ പറ്റൂ. കാരണം ഇത് മൊത്തം എന്തൊക്കെയോ ചെയ്ത് വെച്ചിരിക്കുവാണ്. ഇനി ഞാൻ മറ്റൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, ഇത് നമ്മൾ ജയിച്ചില്ലെങ്കിൽ ഇത് ആര് ജയിക്കും? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഒരു പോക്ക് വരവുണ്ട്, എൻ്റെ വീട്ടിൻ്റെ നടയിൽ കൂടെ പോക്ക് വരവുണ്ടെന്ന് പറയുമ്പം നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ലല്ലോ, ദൈവമേ
ഇത്രയും നാൾ വെളിച്ചം എന്ന് പറഞ്ഞ് ഞാൻ ഇരുന്നിട്ടും ഈ പോക്ക് വരവ് എന്താ ഇതിലെ കൂടെ പിന്നെയും പോകുന്നതെന്ന് ആരും ചോദിച്ചില്ല അല്ലേ? പകരം നമ്മളപ്പോൾ പാസ്റ്ററിനോട് ചോദിക്കുന്നത്, പാസ്റ്ററെ 2 ദിവസം ഉപവാസം വേണം, പോക്ക് വരവ് അങ്ങോട്ട് പോകാൻ വേണ്ടി. ഞാൻ എൻ്റെ ഒരു സഹോദരനോട് ചോദിച്ചതായിരുന്നു, മോനേടാ ആ സ്ഥലം വിൽക്കണം. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, മോനേടാ ഞാൻ ഈ സ്ഥലം മേടിച്ച് എന്തോ ചെയ്യും? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇത് വിൽക്കാനിരിക്കുകയാണ്. ആർക്കാ നിങ്ങൾ വിൽക്കുക? നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ദൈവം ഒരാളെ അയക്കണേ എന്ന്. എന്തിനാ ഈ പോക്കുവരവുള്ള സ്ഥലം കൊടുക്കാൻ? നിങ്ങൾ എന്തിനാ വിൽക്കുന്നത്? നിങ്ങൾ നശിച്ചു. നിങ്ങൾ എന്തിനാ പുള്ളിക്ക് കൊടുക്കുന്നത്? ദൈവങ്ങളെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല പലതും. നമ്മൾ ഈ പോരാട്ടം എന്നൊക്കെ കേൾക്കുമ്പം നമ്മളങ്ങ് അകം കൊണ്ട് കത്തും. അത് സർവ്വസാധാരണമാണ് അല്ലേ? നമ്മുടെ സഭയ്ക്കകത്ത് ഒരു പൈശാചിക ശക്തി ഇപ്പോൾ വെളിപ്പെട്ടാൽ എല്ലാവരും ആത്മാവിലോ. എന്തായിരിക്കും കാരണം? ആത്മാവ് നിറഞ്ഞതുകൊണ്ടല്ല, നിങ്ങൾക്കൊരു പേടി, ദൈവം ഇതുവല്ല ഇനി എൻ്റെ ദേഹത്ത് കയറാം. ദൈവങ്ങളെ ഞാനിത് എടുത്തു പറയുന്നത് പൗലോസ് ഇതിങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്. ജഡരക്തങ്ങളല്ല നിങ്ങളുടെ പോരാട്ടം. എന്തൊക്കെ സംഭവിക്കുമ്പോഴും നിങ്ങളുടെ അകത്തൊരു ഉറപ്പുണ്ടായിരിക്കണം, എൻ്റെ ക്രിസ്തു ആര്? ഏത് ശക്തിയെയും ജയിക്കുവാൻ എൻ്റെ നാഥൻ ശക്തനാണ്. ഇല്ലേ? നമ്മുടെയൊക്കെ ജീവിതം നമ്മളൊന്ന് ശോധന ചെയ്ത് നോക്കിയേ. നമ്മൾ ഇത്ര ദൂരം വന്നത് നമ്മളെല്ലാവരും ഒരുപാട് പ്രാർത്ഥിച്ചത് കൊണ്ടാണോ? എത്രയോ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ നടക്കുന്ന നമ്മൾ കണ്ടു. അവിടെയൊക്കെ നമുക്കറിയാം, ഈ ദൈവത്തിൻ്റെ കൃപയും സ്നേഹവും നമ്മളെ സംരക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളും തലമുറകളും ഒന്നും ഇവിടെ വരെ എത്തത്തില്ല. അങ്ങനെയെങ്കിൽ ഇന്നിവിടെ ഇരിക്കുന്ന ചിലവരോട് ഞാൻ ദൂത് പറയട്ടെ, നിങ്ങൾ ഭയപ്പെടുന്നതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. എന്നെയും നിങ്ങളെയും കരുതുന്ന ഒരു നല്ല ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ട്. ഈ ഉറപ്പോട് വേണം നമ്മൾ ജീവിക്കുവാൻ. ഇന്നെൻ്റെ സാഹചര്യം എത്ര പ്രതികൂലമായാലും എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, എന്നെ ഈ നാഥൻ വീണ്ടെടുത്തുവെങ്കിൽ നിശ്ചയമായും അങ്ങ് എത്തിക്കുന്നിടം വരെയും കരുതുവാൻ അവൻ വിശ്വസ്തനാണ്. ഈ ബോധ്യത്തോടെ നമ്മൾ ജീവിക്കുമെങ്കിൽ, ഞാൻ ഒന്ന് നിങ്ങളോട് പറയാം, എന്തൊക്കെ ശക്തികൾ വന്ന് നിങ്ങളുടെ മുന്നിൽ നിന്നാലും അവർക്ക് നിങ്ങളെ തൊടുവാൻ കഴിയത്തില്ല. ഇത് നമ്മുടെ അകത്തൊരു ബോധ്യമുണ്ടായിരിക്കണം. നിങ്ങളുടെ ആത്മീയതയോ നിങ്ങളുടെ വിശുദ്ധിയോ അല്ല പിശാചിനെ നിങ്ങളിൽ നിന്ന് മാറ്റുന്നത്. നിങ്ങൾ ക്രിസ്തുവിൽ വസിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഇന്ന് ഈ ബോധ്യം നിങ്ങളുടെ അകത്തൊന്ന് വെളിപ്പെടണം. സാധാരണ ഇത് പഠിപ്പിക്കുമ്പോൾ പറയുന്നൊരു എക്സാമ്പിളുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ട്രാഫിക്കിൽ പോയി നിൽക്കാൻ നേരം ഒരു പോലീസുകാരൻ വണ്ടി നിർത്താൻ പറഞ്ഞാൽ എല്ലാ വണ്ടികളും നിർത്തും അല്ലേ? നമ്മൾ ആരെങ്കിലും വണ്ടി നിർത്തുമ്പം ആ പോലീസുകാരന് വലിയ മസിലുണ്ടോ എന്ന് നോക്കാറുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ആകെ കൂടെ നോക്കുന്ന ആരാണ് കൈ കാണിക്കുന്നതെന്നാണ് അല്ലേ? എന്തിനാണ് അത് നോക്കുന്നത്? ഏത് അധികാരം എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ പേരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ വിശുദ്ധിയോ നിങ്ങളുടെ വിശ്വാസവും അല്ല പിശാചിനെ മാറ്റിക്കളയുന്നത്, യേശുവെന്ന നാമം മാത്രം. ഹല്ലേലൂയ. ഈ ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടായിരിക്കണം. നിങ്ങൾ ഇനിയും തൊട്ട് ചില പോക്കുവരവുകളെക്കുറിച്ച്, ഒരു പൈശാചിക ശക്തികളെക്കുറിച്ച് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ദൃഢനിശ്ചയത്തോടെ ചോദിക്കണം, പിതാവേ, ഈ ദൈവസാന്നിധ്യം കൊണ്ട് നടക്കുന്ന എൻ്റെ മുന്നിൽ ഇതെങ്ങനെ സംഭവിക്കുന്നു? പിതാവേ, ഇതെന്നിൽ നിന്ന് മാറുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ചോദിക്കണം. അതെത്ര വലിയ ശക്തിയാകട്ടെ, നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കും. ഞാൻ വേഗം തന്നെ മനസ്സിലൊരു അനുഭവം വരുന്നതുകൊണ്ട് ഞാൻ വേഗം അത് പറയാം. ഞാനൊരിക്കൽ ഞങ്ങളുടെ യൂത്തിൻ്റെ അകത്ത് ഒരു സഹോദരിക്ക്, പുള്ളിക്കാരത്തി മറ്റൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഒരു മീറ്റിങ്ങിന് പോയപ്പം തന്നെ ഒരു ഡിമോണിക് ഇൻഫ്ലുവൻസ് ഉണ്ടായെന്ന് ഞാനിങ്ങനെ കേട്ടു. അങ്ങനെ എന്നെ വിളിച്ച്, അച്ചച്ച ഒന്ന് വന്ന് പ്രാർത്ഥിക്കാമോ? അപ്പം എന്നെ വിളിച്ച ആൾ പറഞ്ഞു, അച്ചച്ച അന്ന് ആ മീറ്റിങ്ങിന് ചെന്നപ്പം ഒരു 6-8 പേര് പിടിച്ചിട്ടൊന്നും നിൽക്കുന്നില്ല. അങ്ങനെ പിന്നെ അവർ വീട്ടിൽ കൊണ്ടാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് കേട്ടപ്പോൾ തന്നെ ഞാനൊന്ന് പേടിച്ച്, ദൈവമേ 8 പേര് പിടിച്ചിട്ട് നിന്നില്ല, അപ്പോൾ ഞാനിനി ഒറ്റയ്ക്ക് പോയാൽ എങ്ങനെ ആയിരിക്കും? അപ്പോൾ അന്ന് ഞാൻ ഓഫീസിലാണ്. അപ്പം എൻ്റെ ഒരു കൂട്ടു സഹോദരനുണ്ട്. അപ്പോൾ പുള്ളിക്ക് കുറച്ച് ആരോഗ്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് പുള്ളിയെ കൂടെ വിളിച്ചുകൊണ്ട് പോയാലോ, കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഇല്ല ജസ്റ്റിനെ, നീ പോ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. ഞാൻ കുറച്ച് ഭയത്തോടൊക്കെയാണ് അവിടെ ചെന്നത്. ഞാൻ
ഈ മോളോട് സംസാരിക്കുന്ന സമയത്ത്, അപ്പോൾ ഒരു സമയപ്പോൾ എനിക്ക് മനസ്സിലായി പൈശാചശക്തി വെളിപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാനും ദൈവത്തോട് ചോദിച്ചു, അപ്പച്ചാ ഇതിപ്പോൾ ഇളകിയാൽ ഇപ്പം എന്ത് ചെയ്യും? കാരണം ഈ കൊച്ചും ഞാനും മാത്രമേ മുറിയിലുള്ള, പുറത്ത് അമ്മച്ചി ഇരിക്കുകയാണ്. അപ്പം ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധൻ എന്നോട് പറഞ്ഞു, കുഞ്ഞേ നീ ജസ്റ്റ് പ്രാർത്ഥിച്ച് വെള്ളം കൊടുത്തിട്ട് ഇങ്ങ് വരാൻ പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയുന്നത്, ദൈവം എന്നോട് പറഞ്ഞത് എന്താണോ ഞാനത് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞിനിപ്പോൾ ഒരു കുഴപ്പമില്ല. ഞാൻ എന്തിനാ ഇത് പറയുന്നതെന്നറിയാമോ? നമ്മുടെ ശക്തി നമ്മുടെ ബലവുമല്ല. പിശാച് നമ്മളെ പലതും കേൾപ്പിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മളെ ഭയപ്പെടുത്തുവാൻ വേണ്ടിയാണ്. നമ്മുടെ മനസ്സിലൊരു ചിന്ത വരാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിച്ചാൽ നടക്കത്തില്ലെന്ന്, നമ്മൾ ചെയ്താൽ നടക്കത്തില്ലെന്ന്. അതെന്തിനാ അങ്ങനെ ഒരു ചിന്ത വരുന്നതെന്നറിയാമോ? കാരണം അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ ഇതിൻ്റെ പുറകെ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. കാരണം നമ്മളെന്തോ ചിന്തിക്കുന്നതെന്നറിയാമോ? അയ്യോ ജസ്ലിൻ ബ്രദർ വരണം, സാം പാസ്റ്റർ വരണം. നമ്മളിലെല്ലാവരിലും വസിക്കുന്ന ക്രിസ്തു ഒന്ന് തന്നെയാണ്. ഈ ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടായിരിക്കണം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ബോധ്യത്തോടെ ഇന്നിവിടെ ഇരിക്കുന്ന ചിലവർ നിങ്ങൾ അധികാരം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൻ്റെ അകത്ത് ചില ഡെലിവറൻസ് നടക്കുന്നത് നിങ്ങൾ കാണുവാൻ തുടങ്ങും. ഇന്ന് വേദനയോട് കടന്നു വന്ന ചിലവരോട് ഞാൻ ദൂത് പറയുകയാണ്, നിങ്ങൾ പോയി അത് ചെയ്യുമ്പോൾ വഴികൾ തുറക്കുന്ന നിങ്ങൾ കാണും. കാരണം ദൈവം നിങ്ങളുടെ മേലൊരു അധികാരം തന്നിട്ടുണ്ട്. ഇന്ന് ദൈവനാമത്തിൽ ആ അധികാരം ഉപയോഗിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. വേഗം നമുക്ക് അടുത്ത 14-ാമത്തെ വാക്യം കൂടെ വായിക്കാം. നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തും കൊണ്ടും നിൽപ്പീൻ. അപ്പോൾ നമ്മൾ ആർമർ ഓഫ് ഗോഡ് പഠിക്കുമ്പം ആദ്യം പരിശുദ്ധാത്മാവ് അവിടെ എഴുതിയിരിക്കുന്നത് ദ ബെൽറ്റ് ഓഫ് ട്രൂത്ത്, സത്യമെന്ന അരക്കെട്ട്. നമ്മളിത് പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചിന്ത വരാൻ വേണ്ടി, നമ്മൾ ഡ്രസ്സ് ഇടുമ്പോൾ അല്ലെ നിങ്ങൾ എന്നെ കാണുമ്പോൾ നമ്മൾ ബെൽറ്റിലോട്ട് ആദ്യം നോക്കത്തില്ല അല്ലേ? നമ്മൾ ആദ്യം നോക്കുന്നത് എന്തായിരിക്കും? ഡ്രസ്സായിരിക്കും നോക്കുന്നത് അല്ലേ? നമ്മൾ ആരും ബെൽറ്റ് എടുക്കുമ്പോഴും നമ്മളതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മളൊരു പാൻറ്റ് മേടിക്കാനോ ഷർട്ട് മേടിക്കുമ്പോൾ അവിടെ ഒരു സൈഡിൽ കുറച്ച് ബെൽറ്റ് വെച്ചിരിക്കും അല്ലേ? പക്ഷെ പരിശുദ്ധാത്മാവ് എഴുതിയപ്പം ബെൽറ്റാണ് ആദ്യം പറഞ്ഞു തുടങ്ങിയത്. എന്തുകൊണ്ടായിരിക്കാം? ബെൽറ്റ് അത് കുറച്ച് ബോറിംഗ് ആണ്, അതിന് വലിയ ഡിസൈനൊന്നുമില്ല, ഒന്നുമില്ല അല്ലേ? പക്ഷെ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, ഈ ബെൽറ്റ് എന്ന സത്യവചനം അത് നമുക്ക് ചിലപ്പോൾ ബോറിംഗ് ആയിട്ട് തോന്നും, അത് നമുക്ക് നെഗ്ലിജൻ്റ് ആയിട്ട് തോന്നും. പക്ഷെ പരിശുദ്ധാത്മാവ് പറയാണ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. കാരണം ആ ബെൽറ്റ് നമ്മൾ മുറുക്കി പിടിക്കുമെങ്കിൽ ബാക്കിയുള്ളതെല്ലാം കറക്റ്റായിരിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് നിങ്ങൾ നോക്കിക്കേ, നമ്മൾ ബെൽറ്റൊക്കെ നോക്കുന്നത് വലിയ ഡിസൈൻ. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഷർട്ടിൻ്റെ ഒരു ചെറിയ ഡിസൈനുണ്ട് ഇല്ലേ? നിങ്ങൾ ഓരോ പേരും ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന് ഓരോ ഡിസൈൻ കാണും. പക്ഷെ നിങ്ങൾ ആരും ഇന്ന് ബെൽറ്റ് ഇട്ടപ്പോൾ കണ്ണാടി നോക്കിയിട്ട് ബെൽറ്റിൻ്റെ കളർ എങ്ങനെ ഉണ്ടെന്ന് ആരും നോക്കിയില്ല ഇല്ലേ? എന്നതുപോലെയാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ അത് നമുക്ക് ഭയങ്കര എന്തെങ്കിലും തോന്നത്തൊന്നുമില്ല. പക്ഷെ ഞാനും നിങ്ങളും മനസ്സിലാക്കണം, ഈ ദൈവവചനമാണ് നമ്മളെ ഉറപ്പിക്കുന്നത്. അതുകൊണ്ടാണ് വചനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ 2 കാര്യങ്ങളാണ് പറയുന്നത്. 2 കാര്യങ്ങൾ. ഒന്ന് എഴുതിയ വചനം, ദ റിട്ടൺ വേർഡ്. 2 ദ റിവീൽഡ് വേർഡ്, വെളിപ്പെടുത്തിയ വചനം. ഈ വെളിപ്പെടുത്തിയ വചനം, അതുകൊണ്ടാണ് യേശു തന്നെ പറയുന്നത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വന്ന വചനത്താൽ നമ്മൾ ജീവിക്കും. അവിടെ പറയുന്ന വചനം വെളിപ്പെട്ട വചനം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന വചനമാണ് നമ്മളെ ഉറപ്പിക്കുന്നത്. ഈ വെളിപ്പെടുത്തി തന്ന വചനമാണ് നമ്മളെ ദൈവമാരെന്ന് പഠിപ്പിക്കുന്നത്. ഈ വെളിപ്പെടുത്തി തന്ന വചനമാണ് നമ്മളോട് സംസാരിക്കുന്നത്, ദൈവം എൻ്റെ കൂടെയുണ്ട്, ദൈവ സാന്നിധ്യം എൻ്റെ കൂടെയുണ്ട്. ദൈവമക്കളായിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിലും ഈ വെളിപ്പാട്ട് വചനം ഉണ്ടായിരിക്കണം. കാരണം വചനം പറയുന്നു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. മറ്റൊരർത്ഥത്തിൽ എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയായിരിക്കണം, പിതാവേ എല്ലാ ദിവസവും അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ എന്നെ സഹായിക്കണം. കാരണം ഈ ദൈവവചനം നമ്മൾ കേൾക്കുന്നില്ല എങ്കിൽ, അതുകൊണ്ടാണ് നമ്മൾ പാരബിൾ ഓഫ് ദ സീഡ് പഠിക്കുന്ന സമയത്ത് നനവില്ലാത്തത് കൊണ്ട് അത് വളർന്നില്ലെന്ന് പറയുന്നത്. നനവ്, ദൈവത്തിൻ്റെ ഈ വെളിപ്പെട്ട വചനം നമ്മളെ നനയ്ക്കും
അപ്പോഴാണ് നമുക്ക് ഈ ദൈവസാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ പറ്റുന്നത്. ഇന്നെന്നെ കേൾക്കുന്ന ഓരോ പേരോടും ഞാൻ പറയട്ടെ, നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഈ ദൈവശബ്ദം കേൾക്കുവാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. അവിടെയാണ് ഈ അരക്കെട്ട് മുറുക്കി നിങ്ങൾക്ക് ജീവിക്കുവാൻ പറ്റുന്നത്. 2, ദ റിട്ടൺ വേർഡ്. ആ വാക്യം നമുക്കൊന്ന് എടുക്കാം. 2 തിമോത്തി 2 അതിൻ്റെ 15-ാമത്തെ വാക്യം. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. ഇംഗ്ലീഷിനകത്ത് പറയുന്നത് പ്രസംഗിക്കുക എന്നല്ല, സ്റ്റഡി ദൈ സെൽഫ് എന്നാണ്. പഠിക്കുക എന്നാണ് പറയുന്നത്. എന്തിന്? ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നതിനായി നിൽക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ദൈവവചനം പഠിക്കുമ്പോൾ ഈ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് വെളിപ്പാടായിട്ട് മാത്രമല്ല, പഠിക്കും തോറും ദൈവത്തിൽ നമ്മൾ സ്റ്റേബിൾ ആകാൻ തുടങ്ങും. നമ്മൾ ഈ പഠിക്കുന്ന വചനമാണ് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്, പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ ഓർമ്മപ്പെടുത്തണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനം പഠിക്കണം. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധി ഒരു ഡിവോഷണൽ ടൈം ഉണ്ടാകുക മാത്രമല്ല, ദൈവവചനം കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തണം. അത് ഞായറാഴ്ച മാത്രമല്ല, തിങ്കൾ തൊട്ട് ശനി വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ദൈവവചനം എടുത്ത് പഠിക്കണം. അങ്ങനെ ദൈവവചനം നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ വചനത്തിൽ ഉറയ്ക്കുവാൻ തുടങ്ങും. അങ്ങനെ നിങ്ങൾ വചനത്തിൽ ഉറയ്ക്കുവാൻ തുടങ്ങും. നിങ്ങളുടെ ഡിവോഷണൽ ലൈഫ് ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്നത് നിങ്ങൾ കാണാൻ തുടങ്ങും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുക മാത്രമല്ല, ആത്മാവിൻ്റെ നിറവിൽ നടക്കുവാൻ അത് ദൈവം നിങ്ങളെ സഹായിക്കും. ഇന്ന് ഞാൻ ഈ വചനം ഇവിടെ പറഞ്ഞു നിർത്തുമ്പോൾ, എനിക്കറിയാം അങ്ങോട്ട് ആർമർ ഓഫ് ഗോഡ് പലതുണ്ട്. പക്ഷെ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഈ ഒരു ചിന്ത ആദ്യം ഇരിക്കട്ടെ. ഈ ദൈവവചനം, ഈ ബെൽറ്റാണ് നമ്മുടെ ബാക്കി എല്ലാത്തിനെയും ഉറപ്പിക്കുന്നത്. അങ്ങനെ ആ ഉറപ്പോട് ജീവിക്കണമെങ്കിൽ ദൈവവചനം ധ്യാനിക്കുക മാത്രമല്ല, ഈ ദൈവവചനം പഠിക്കണം. എന്തിനാണ് ഞാനും നിങ്ങളും പഠിക്കുന്നത്? പിശാചിനെക്കുറിച്ചോ പിശാചിൻ്റെ മണ്ഡലങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനേക്കാൾ അപ്പുറമായി ദൈവത്തിൻ്റെ വചനത്തിൽ ഞാൻ ആഴത്തിൽ ഇറങ്ങുമ്പോൾ ദൈവം എന്നെ എന്തിനാണോ വിളിച്ചത് ആ വിളി പൂർത്തീകരിക്കുവാൻ എനിക്ക് കഴിയും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒന്നുകൂടും കേൾക്കണമേ. നിങ്ങൾ ദൈവവചനം എത്ര ആഴത്തിൽ പഠിക്കുന്നോ, നിങ്ങൾ പിശാചിനെ അല്ല ഭയപ്പെടുന്നത്, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും. ഇന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഈ പ്രാർത്ഥന ഉണ്ടാകട്ടെ. പിതാവേ, ദൈവവചനത്തിൽ ഉറയ്ക്കുവാൻ, അതിലൊന്ന് ആഴത്തിൽ വളരുവാൻ ദൈവം എന്നെ സഹായിക്കണം. എന്തുകൊണ്ട്? എനിക്ക് ആത്മീയ പോരാട്ടങ്ങളുണ്ട്. എവിടെയാണ് എൻ്റെ ആത്മീയ പോരാട്ടങ്ങൾ? പൗലോസ് പഠിപ്പിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. നമ്മൾ സ്നേഹത്തിൽ നടക്കണം. എന്താണ് ഈ സ്നേഹം? നമ്മുടെ സെക്ഷുവാലിറ്റിയെ ചോദ്യം ചെയ്യുന്ന പലതും ഇന്ന് നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. നമ്മൾ അതിന് നേരെ പോരാടണം. ലോകം നമ്മളോട് ഒന്ന് പറയും, പക്ഷെ വചനം എന്തു പറയുന്നു? അതിനെ പോരാടി ജയിക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. ദൈവവചനം പറയുന്നു നമ്മൾ വെളിച്ചത്തിൽ നടക്കണം. ഞാനും നിങ്ങളും നടക്കുന്ന സ്ഥലത്ത് ഇരുട്ട് ഒരുപാടുണ്ട്, പക്ഷെ അതിൻ്റെ മധ്യേ ഞാൻ പോരാടുകയാണ്. എന്തിന്? ഈ വെളിച്ചം ഒന്ന് വെളിപ്പെടണം. ഞാൻ എത്ര തോറ്റാലും എൻ്റെ പ്രാർത്ഥന ഇതാണ്, പിതാവേ ഈ വെളിച്ചം ഒന്ന് വെളിപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ. അപ്പോൾ എന്തിനാണ് ഞാൻ പോരാടുന്നത്? പൗലോസ് പറഞ്ഞതുപോലെ ദൈവം എന്നെ ഒരു പർപ്പസിനായി വിളിച്ചിരിക്കുന്നത്. വാക്ക് വിത്ത് പേർപ്പസ് എന്നാണ് പൗലോസ് പറയുന്നത്. ഈ പർപ്പസ് മനസ്സിലാക്കുവാൻ തുടങ്ങുമ്പോൾ എനിക്ക് എന്നെക്കുറിച്ച് ചില ആഗ്രഹങ്ങൾ, ചില ചിന്തകളുണ്ട്. പക്ഷേ അതിൻ്റെ നടുവിൽ ഞാൻ ദൈവത്തോട് പറയുകയാണ്, പിതാവേ എൻ്റെ ആഗ്രഹത്തേക്കാൾ, എൻ്റെ സ്വപ്നത്തേക്കാൾ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് എന്ത് എതിർ വരുമ്പോഴും ഞാൻ ദൈവത്തോട് പറയുകയാണ്, പിതാവേ ഐ വിൽ ഡു യുവർ വിൽ. ഇതാണ് ശരിക്കുമുള്ള പോരാട്ടം. പൗലോസ് പിന്നെയും പഠിപ്പിക്കുമ്പോൾ 3 ഭാഗങ്ങൾ പൗലോസ് പറയണം. നമുക്ക് പോരാട്ടങ്ങളുണ്ടാകും. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ, നമ്മൾ ചെയ്യുന്ന ജോലികളിൽ ഈ പോരാട്ടം കാണും. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ പേരോടും ഞാൻ പറയട്ടെ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ചില വിള്ളലുകൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവസന്നിധിയിൽ. അതിനെ വിട്ടുകൊടുക്കുകയല്ല, ഒരുമിച്ചിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തോട് പറയണം, ദൈവമേ അങ്ങ് തന്ന കുടുംബമെങ്കിൽ ഇതിനെ ജയിക്കുവാൻ, ഇതിനെ പോരാടി ജയിക്കുവാൻ എൻ്റെ മേലൊരു കൃപ പകർന്ന് തരണമെന്ന് പ്രാർത്ഥിക്കണം. ഒരു പക്ഷേ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ചില വിഷയങ്ങൾ നടക്കുന്നു, മറ്റാരോടും പറയുവാൻ കഴിയുന്നില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, കേൾക്കുവാൻ എൻ്റെ നാഥൻ നിങ്ങളുടെ അടുത്തുണ്ട്. കുഞ്ഞുങ്ങളെ എൻ്റെയും നിങ്ങളുടെയും കയ്യിൽ തരുമ്പോൾ ദൈവം നമ്മുടെ മേലൊരു അധികാരം തന്നിട്ടുണ്ട്. പക്ഷേ ആ അധികാരം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ കുഞ്ഞുങ്ങളെ നേടുവാൻ ദൈവം നമ്മുടെ മേലൊരു കൃപ തരും.
ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അത് തന്നെയാണ്. കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ മേൽ ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് വെളിപ്പെട്ട് വരുവാൻ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം. അപ്പം പൗലോസ് പറയുന്നത് ഈ 3 ഇടങ്ങളിൽ നമുക്ക് പോരാട്ടമുണ്ടാകും. ഇന്ന് ഞാൻ ഈ വചനം പറഞ്ഞു നിർത്തുമ്പോൾ, പോരാട്ടം എന്തുമാകട്ടെ അതിനെ ജയിക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഇന്ന് ദൈവസന്നിധി നമുക്കൊരു തീരുമാനമെടുക്കാം. ദൈവമേ, എനിക്കൊരു വലിയ പോരാട്ടമുണ്ടെന്നല്ല, പിതാവ് ഇന്നു മുതൽ ദൈവത്തിൽ ഞാൻ വളരും, ആത്മാവിൽ നിറഞ്ഞു ജീവിക്കും. എന്തുകൊണ്ട്? എനിക്കൊരു പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തെ ഞാൻ ജയിക്കുക മാത്രമല്ല, അത് ദൈവം മഹത്വത്തിനായി സംഭവിക്കുമെന്ന് പറഞ്ഞ് നടക്കുവാൻ ദൈവം എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ. താങ്ക് യു. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.